അമ്മയോട് പോലും അത് പറയാതിരുന്ന ദേഷ്യം അമ്മയ്ക്കുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. തൽക്കാലം അതൊക്കെ വിട്. ഇപ്പം മനസ്സൊന്ന് റീസെറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഭ്രാന്തെടുക്കും. നമുക്കേ വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? പുറത്തോ? ആ, വൈകിട്ടൊന്ന് പുറത്തു പോവാം. നീ ഒന്ന് റെഡി ആയിട്ട് നിന്നാ മതി. എന്താണ് നീ കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എടേ, ആ ഗൗതം നിധി നിനക്കിട്ട് പണി തന്നതിന് എന്തിനാണ് നീ ഈ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുന്നേ? എന്റെ എല്ലാ പദ്ധതികളും വേസ്റ്റ് ആക്കിയത് അമ്മ ഒറ്റയെടുത്തിയാ. അമ്മ കാരണമാണ് സർവ്വതും തകർന്ന് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത്. നശിപ്പിച്ചില്ലേ എല്ലാം? നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം. ചേടാ, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? വലിയ തന്തൂരി ചിക്കന് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. ഏത് നേരത്തെ അമ്മയ്ക്ക് ആ ചിക്കന് വാങ്ങിച്ചോണ്ട് വരാൻ തോന്നിയത്? അതിന്റെ മസാല മുഖത്തിരിക്കുന്ന കണ്ടിട്ടല്ലേ ആ നിധി കള്ളം കൈയോടെ പിടിച്ചത്. ഓ, അത് ശരി. ആ പഴയ എന്റെ തലയെ കൊണ്ട് വെക്കാനാ നിന്റെ പ്ലാൻ. കഞ്ഞി കുടിച്ച് മടുത്തൊന്നും പറഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന ബഹളം വെച്ചത് നീയല്ലേടി? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതങ്ങ് വാങ്ങിച്ചോണ്ട് വരുമല്ലേ? ഇത് നല്ല കൂത്തായി പോയി. അത്രയ്ക്ക് മുൻകരുതലുള്ളവളാണെങ്കിലേ നിനക്ക് ചിക്കൻ വേണ്ടെന്ന് പറയണമായിരുന്നു. നീ എന്തിനാ വാങ്ങിച്ചു വെച്ച് കഴിച്ചത്? എന്തായാലും എല്ലാം തകർന്നില്ലേ? ഇനി എന്താ ചെയ്യാ? എല്ലാം വഴിയും അടഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനെല്ലാം കാരണക്കാരി ആ നിധി ഒറ്റ ഒരുത്തിയ.